നമ്മുടെ ED ആക്രമിച്ച കേസിൽ CPM നേതാക്കളുടെ ഗൂഢാലോചന പ്രകാരമാണ് ED ആക്രമിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് സംസ്ഥാന നേതാക്കളൊക്കെ കുടുങ്ങുമോ? അപ്പോൾ സംസ്ഥാന നേതാക്കളെ കൂടി കേസിനകത്ത് പ്രതികരിക്കണമെന്നുള്ള രീതിയിൽ EDക്ക് ഇന്നലെ കോടതി ഈ നമ്മുടെ സെക്ഷൻസ് കോടതി ഉണ്ടല്ലോ തിരുവനന്തപുരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് EDക്ക് പറയാനുള്ളതിന് അല്ലെങ്കിൽ ED കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു കോടതി. അപ്പോൾ EDക്ക് അതിനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. EDക്ക് വേണ്ടി സന്തോഷ് കുമാർ ഹാജരായിട്ട് ഗീനാകുമാരി കഴിഞ്ഞ ദിവസം ഒരു പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചതും പോലീസ് റിപ്പോർട്ടിനകത്ത് പ്രതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളൊന്നും നിരത്താതെ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് അവരെ ഇവിടെ ഒരു ആക്ഷേപം വരികയും അവരെ മാറ്റുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇന്നലെ അതിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സന്തോഷ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞു. കാരണം ഇതിനകത്ത് EDയെ അന്ന് ആദ്യത്തെ തവണ റെയ്ഡിന് വന്ന സമയത്ത് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് വെളിയിലിറങ്ങി വരുമ്പോൾ അവരെ കമ്പ് അല്ലെങ്കിൽ ഇഷ്ടിക, മാരകായുധങ്ങൾ, ചീമുട്ടയൊക്കെ ഉപയോഗിച്ച് എറിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ EDയെ കൊല്ലാൻ ശ്രമിച്ചു, അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഇതിൽ കേസുണ്ട്. അതിനകത്ത് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിനകത്ത് ഇപ്പോൾ 10-25 പേര് അകത്തുണ്ട്. അതിനകത്താണ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്നലെ ഈ 12-ാം പ്രതി അല്ലെങ്കിൽ 9-ാം പ്രതി ഹരീഷ് കുമാറും 12-ാം പ്രതി ലിബിൻ രാജിന്റെ ജാമ്യ പരിഗണിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങൾ കൂടി അനുവദിച്ചത്. ജാമ്യം പരിഗണിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കേൾക്കണം. അതിന് കക്ഷി ചേർന്നിട്ടുള്ള ED, ഇപ്പോൾ EDയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ വിവരങ്ങൾ, പോലീസ് റിപ്പോർട്ടും EDയുടെ വാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നയിക്കുന്നതിന്റെ വാദങ്ങൾ, കാരണങ്ങൾ നിരത്തിയിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, ഗോവിന്ദ മാസ്റ്റർ, വി ജോയി എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റഹീം ഉണ്ടായിരുന്നു, രാജ്യസഭാ അംഗം. അപ്പോൾ പിന്നെ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അനാവൂർ നാഗപ്പൻ ഉണ്ടായിരുന്നു, അതായത് മന്ത്രി ശിവൻകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ നേരത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉള്ള എണ്ണം പറഞ്ഞ നേതാക്കന്മാർ, അത് ജില്ലാ സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി, പ്രധാനപ്പെട്ട രാജ്യസഭാ MP-മാർ ഉൾപ്പെടെയുള്ളവർ എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രാവിലെ തൊട്ട് നടന്ന റെയ്ഡാണ്. അപ്പം അത് CRPF ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അവിടെ കാവലുണ്ടായിരുന്നു. രാവിലെ തൊട്ട് നടന്ന റെയ്ഡിനകത്ത് ഏതാണ്ട് 12ഓളം ഇടത്താണെന്ന് റെയ്ഡ് നടന്നത്. എല്ലായിടത്തും CPM നേതാക്കന്മാരെ വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് ഈ സംഘർഷം നടന്നത്. അപ്പോൾ സംഘർഷം നടക്കുന്നതും ആളിനെ കൂട്ടുന്നതിനും പ്രത്യേകിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കം എന്ന് പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ്. മാത്രവുമല്ല, ഈ ആൾക്കാരവിടെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ ആൾക്കാർ കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധ ശേഖരത്തോടും കൂടി പ്രതിഷേധിക്കാമെന്നവരുടെ കയ്യിൽ ആയുധം വേണ്ടല്ലോ, കൊടുവാള് വേണ്ടല്ലോ, കമ്പിപ്പാര വേണ്ടല്ലോ, അല്ലെങ്കിൽ ചീമട്ട വേണ്ടല്ലോ, ഇഷ്ടിക വേണ്ടല്ലോ. മാത്രവുമല്ല, ഇവരെ അതേ രീതിയിൽ ആ രീതിയിൽ കരുതലോടുകൂടി വരുന്നതിന് വേണ്ടി പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. മാത്രവുമല്ല, അവിടെ കൂടിയ ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി തയ്യാറായി. വിളിച്ചു കൂടുമ്പോൾ ആള് വലിയ വലുപ്പത്തിൽ കൂടാൻ അതിനകത്ത് അതിന്റെ ഗൗരവം കൂടുതലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതാക്കന്മാർ അവിടെ ഹോൾഡായി. എന്നിട്ട് ഇവർ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ളത് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമിച്ചിരിക്കുന്നതിനകത്ത് CPMന്റെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ ലോക്കൽ നേതാക്കന്മാരല്ല, അണികളാണ്, അല്ലെങ്കിൽ വിശ്വാസികളാണ്. അവർ മാത്രമേ ഇപ്പം അകത്തായിട്ടുള്ളൂ. അപ്പം അവരുടെ ജാമ്യമാണ് ഇപ്പൊ പരിഗണിക്കുന്നത്. ഇവരുടെ ഉണ്ട്. അപ്പൊ ഇവരുടെ ജാമ്യം പരിഗണിക്കുന്നതിന് അവർക്ക് ജാമ്യം കൊടുക്കാത്തതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലൊരു ഇൻസിഡന്റ് വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ ആൾക്കാരെ കൂടി പ്രതി ചേർക്കണം. അതിനകത്ത് അവരെ പ്രതി ചേർക്കണമെന്ന് പറയുന്നതിനകത്ത് വലിയ ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവർ അറിവില്ലാത്തവരല്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ആൾ അറിവില്ലാത്ത ആളല്ലല്ലോ. ഈ പറയുന്ന ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയാണ്, അന്വേഷണ ഏജൻസിയാണ്. അതിനകത്ത് അതിന് കേസുകൾ വന്നാൽ, ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ വന്നാൽ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. മാത്രമല്ല, ഇത് അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് കോടതി അനുവദിച്ചിട്ട് കോടതിയുടെ തിട്ടൂരം കൊണ്ടാണ് അന്വേഷിക്കാൻ വന്നത്. അപ്പൊ കോടതി അനുമതി ഉണ്ടായിട്ട് പോലും അത്തരത്തിലൊരു ഏജൻസി അന്വേഷിപ്പിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നതിനകത്ത് CPMന്റെ നേതാക്കന്മാരുണ്ട്. ഈ പറയുന്ന നേതാക്കന്മാർ അറിവില്ലാത്തവരെല്ലാം നേരത്തെ പറയാൻ കാരണം ഇവർ മന്ത്രിമാരായിട്ടിരുന്നിട്ടുണ്ട്, MLA-മാരായിട്ടിരുന്നിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ, പ്രത്യേകിച്ച് ദേശീയ പാർട്ടിയുടെ നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പം അയാൾ ഉൾപ്പെടെ ഉള്ളവർ ഈ മാതിരി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് വളരെ പ്ലാൻഡ് ആയിട്ടാണ്. അപ്പോൾ അത് നല്ലൊരു സിഗ്നൽ അല്ല കൊടുക്കുന്നത്. കാരണം
ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ആയാലും ശരിക്കും ഒരു മന്ത്രിയായിട്ട് നേതാവായിട്ടുള്ളാലും മന്ത്രിയായിട്ടുള്ള ഒക്കെ ഈ ഇരിക്കുന്ന ആൾ ഈ പറയുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് രാജ്യത്തെ ആൾക്കാരെ നയിച്ച് മുന്നോട്ട് പോവുകയും രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള സംവിധാനത്തിൽ പോവുകയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ഭരണഘടനാ സംവിധാനത്തിൻ്റെയും നമ്മുടെ പോലീസിൻ്റെയും കോടതിയൊക്കെ അംഗീകരിച്ച് അവരനുവദിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന് അനുശാസിക്കുന്ന രീതിയിലേക്കുള്ള പ്രതിരോധവും അല്ലെങ്കിൽ കാര്യങ്ങളും നടത്തുന്നതിന് മാതൃകയാകേണ്ടവർ അറിവില്ലാത്തവരെ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ക്രിമിനൽസ് ആക്കി അവരെ മാത്രം അകത്തിട്ടിട്ട് കാരണക്കാരായിട്ടുള്ളവർ വെളിയിൽ നിൽക്കുന്നു. ഇവർ വെളിയിൽ നിന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ വെളിയിൽ നിർത്തുന്നത് മാതൃകാപരമായിട്ട് ജനത്തിന് നല്ല രീതിയിലുള്ള ഒരു സൈൻ അല്ല കൊടുക്കുന്നത്. ഇവരുടെ സിഗ്നൽ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗോവിന്ദ മാഷ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ED വരട്ടെ ഞങ്ങൾ കാണിച്ചു തരാം, ഇതിനെക്കാട്ടി വലിയ ED കണ്ടിട്ടുണ്ട്, ഇതിനെക്കാട്ടി വലിയ CBI കണ്ടിട്ടുണ്ട്, ED ഒന്നും കാണിച്ച് CPM വരട്ടാൻ നോക്കണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള വർത്തമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ്. കാരണം ഇതിനകത്ത് പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നേരത്തെ ഈ കേസിനകത്ത് എടുത്തപ്പോൾ തന്നെ ആക്ഷേപം വന്നിരുന്നു. കാരണം ഇതിനകത്ത് 300ഓളം പ്രതികൾ ഉണ്ടെന്ന് പറയുന്നു. ഈ 300ഓളം പ്രതികൾ ഒരുപക്ഷെ 300ഓളം പ്രതികളെ ചേർക്കും കണ്ടാൽ അറിയാത്തവരൊക്കെ ഉണ്ടാകാവുള്ളൂ. പക്ഷെ കണ്ടാൽ അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകത്തുള്ള മീഡിയാസ് മൊത്തം രാവിലെ തൊട്ടേ അവിടെ ഉണ്ട്. ഈ ആക്രമിക്കുമ്പോൾ ഈ മീഡിയാസിന്റെ കയ്യിൽ മൊത്തം ഇതിന്റെ രേഖകളുണ്ട്. അപ്പം ആൾക്കാരെ മൊത്തം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളപ്പോൾ ഈ 25 പ്രതികളെ മാത്രം പ്രതി ചേർത്തിട്ട് ആ കേസ് ഒരു സീരിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഗൗരവമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപത്തിന്റെ പുറകെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ളത് പരാതി പോയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ED കക്ഷി ചേരണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് ED കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ആക്ഷേപത്തിന് ബലം നൽകുന്ന രീതിയിൽ ഗീനാകുമാരി ഇത് ഒരിക്കലും പ്രതിയെ അല്ലെങ്കിൽ കേസിനകത്ത് ജാമ്യം കൊടുക്കാതിരിക്കേണ്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ED ആക്രമിച്ച കേസിനകത്ത് കേരളത്തിന് വെളിയിൽ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത രീതിയിൽ അകത്ത് കിടക്കുമ്പോൾ അതാണ് സമാന കേസിന് ഇവിടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ ഉള്ളവർ പ്രതിക്ക് അനുകൂലമായിട്ട് വരുന്ന രീതി വന്നില്ലേ. അപ്പം ആക്ഷേപം ഒരുപക്ഷെ CPM നടത്തിയെങ്കിലും കോൺഗ്രസ് സഹായിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ആക്ഷേപം ശരിയായി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ ഈ ആക്ഷേപം ശരിവയ്ക്കുന്ന രീതിയിലേക്കും കേസ് അട്ടിമറിക്കുന്ന രീതിയിലേക്കും പോകുന്നോ എന്നുള്ള ഒരു രീതിക്കകത്ത് EDക്ക് ഭാഗമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പെട്ടെന്ന് മാറ്റുകയും അല്ലെങ്കിൽ സന്തോഷ് കുമാറിനെ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത്. അപ്പം ഇത് ഗൗരവമുള്ള കേസാണ്. ഈ കേസ് ED വാദിക്കുന്നതും നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ സീനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം പല കേസുകളും ഉമ്മൻചാണ്ടിയുടെ പല കേസുകളും കൈകാര്യം ചെയ്തിട്ടിരുന്നിട്ടുള്ള ആളാണ്. വലിയ പ്രബലമായ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ കേസുകൾ ജയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് കോടതിയെ ധരിപ്പിക്കാൻ സാധിച്ചാൽ കോടതിക്ക് അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഈ CPM നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ ED ആക്രമണ കേസിനകത്ത് അകത്ത് പോകും, ജാമ്യം കിട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാകത്തില്ല എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.